കൊല്ലം, കുണ്ടറ, ചാത്തന്നൂർ, ചടയമംഗലം, ചവറ, പുനലൂർ, ഇരവിപുരം അടങ്ങുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം. RSPയുടെ ശക്തി കേന്ദ്രമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. NK പ്രേമചന്ദ്രൻ 4 തവണ മത്സരിച്ച് വിജയിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലം. ഇത്തവണ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥി RSPയുടെ UDFന്റെ സ്ഥാനാർത്ഥി അത് NK പ്രേമചന്ദ്രൻ തന്നെയാണ്. ഇത് 5ാം തവണയാണ് NK പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്നത്. 2 തവണ LDFന്റെ ഒപ്പം RSPയുടെ സ്ഥാനാർത്ഥിയായും 2 തവണ UDFനൊപ്പം RSPയുടെ സ്ഥാനാർത്ഥിയായും മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് NK പ്രേമചന്ദ്രൻ. ഇത്തവണയും UDFന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കുവാൻ പോവുകയാണ് NK പ്രേമചന്ദ്രൻ. 1996ലും 1998ലുമാണ് NK പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി LDFന്റെ RSP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പിന്നീട് UDFന്റെ ഘടകകക്ഷിയായി RSP വന്നപ്പോൾ 2014ലും 2019ലും NK പ്രേമചന്ദ്രൻ മത്സരിച്ചു. 2 തവണയും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു വന്നത്. വലിയ ജനപിന്തുണയാണ് NK പ്രേമചന്ദ്രന് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ തോൽവി എന്തെന്നറിയാതെ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിജയിച്ചു വരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,08,528 വോട്ടുകളായിരുന്നു NK പ്രേമചന്ദ്രൻ നേടിയത്. 46.46% വോട്ടുകളായിരുന്നു അന്ന് അദ്ദേഹം നേടിയത്. അന്ന് MA ബേബി ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 3,70,879 വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. 42.18% വോട്ട്. 3.01 വോട്ടിന്റെ കുറവാണ് ഇടതുപക്ഷത്തിന് 2014 ഉണ്ടായത്. 2019ലും അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിക്കുന്നു. 4,99,667 വോട്ടുകളായിരുന്നു അന്ന് അദ്ദേഹം കരസ്ഥമാക്കിയത്. 51.61% വോട്ടുകളും നേടിയത് 2019 NK പ്രേമചന്ദ്രനാണ്. 5.15% വോട്ട് വർധനവാണ് 2019 അദ്ദേഹത്തിനുണ്ടായത്. KN ബാലഗോപാൽ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 3,50,821 വോട്ടുകളായിരുന്നു അന്ന് അദ്ദേഹം നേടിയത്. 36.24% വോട്ടുകൾ ആണ് KN ബാലഗോപാൽ അന്ന് നേടിയത്. അതിൽ 5.94% വോട്ടുകൾ കുറവാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഓരോ തവണയും NK പ്രേമചന്ദ്രന് എതിരായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ, അതും ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വോട്ടിന്റെ ഷെയർ കുറഞ്ഞാണ് വരുന്നത്. ഇത്തവണ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനസ്വീകാര്യതയുള്ള ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന തീരുമാനത്തിലാണ് ഇടതുപക്ഷം. അങ്ങനെ ചിന്തിക്കുമ്പോൾ NK പ്രേമചന്ദ്രന്റെ കോട്ടയിൽ നിന്ന് അദ്ദേഹത്തെ വളർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്തുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന്റെ മറുപടിയായി ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി M മുകേഷാണ്. ചലച്ചിത്ര താരവും കൊല്ലം ജില്ലയിലെ MLAയുമായ M മുകേഷാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത്. ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ഫലമായി ഇത് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. CS സുജാത അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ആദ്യഘട്ടങ്ങളിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു താരപ്രൗഢിയുള്ള, ജനസ്വീകാര്യതയുള്ള, ജനങ്ങൾക്ക് കുറച്ചുകൂടി പരിചിതമായുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ചിന്തിച്ചപ്പോഴാണ് മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. അങ്ങനെ വരുമ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മുകേഷിന് വിജയിച്ചു വരുവാൻ സാധിക്കുമോ? ചലച്ചിത്ര താരമായതുകൊണ്ട് തന്നെ മണ്ഡലം നോക്കുവാൻ M മുകേഷിന് സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് അദ്ദേഹം MLA ആയി തുടരുവാൻ യോഗ്യനല്ല എന്നും തരത്തിലേക്കുള്ള നിരവധി ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില നാട്ടുകാരും M മുകേഷിനെതിരായി ഉയർത്തിയിരുന്നത്. പക്ഷേ പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന മികച്ച സ്ഥാനാർത്ഥി M മുകേഷാണ്. M മുകേഷിന് NK പ്രേമചന്ദ്രൻ എന്ന കരുത്തനായ UDF RSP നേതാവിനെ, RSP സ്ഥാനാർത്ഥിയെ വളർത്തിയടിക്കുവാനുള്ള കരുത്തുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട ഒന്ന് തന്നെയാണ്. NK പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതിന്റെയും വലതിന്റെയും സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചപ്പോഴും വിജയിച്ചിട്ടേ ഉള്ളൂ. അതായത് അവിടെ NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭ അത്രമേൽ വലുതാണ്. പാർട്ടിയേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണ. ആ ഇടത്തേക്ക് മുകേഷിനെ പോലെയുള്ള ഒരാൾക്ക് NK പ്രേമചന്ദ്രനെ തോൽപ്പിച്ച് വിജയിച്ചു വരുവാൻ സാധിക്കുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. അതിൽ നിങ്ങളുടെ മറുപടി എന്താണെന്ന് രേഖപ്പെടുത്തുക.